തോന്നി കൈക്കൊള്ളുമാറാകണമേ. ആമേൻ. ത്രിയേക ദൈവ തിരുനാമത്തിന് മഹത്വമുണ്ടായിരിക്കട്ടെ. ഇന്ന് നമ്മൾ സന്നദ്ധ സുവിശേഷക സംഘദിനമായിട്ട് വേർതിരിച്ചിരിക്കുന്നല്ലോ. വി സെപ്പറേറ്റഡ് ദിസ് സൺഡേ ആസ് മാർത്തോമ വോളണ്ടറി ഇവാഞ്ചലിസ്റ്റ് സൺഡേ. ആ പേരിൽ തന്നെയുണ്ട് അതിൻ്റെ അർത്ഥം, വോളണ്ടറി ഇവാഞ്ചലിസ്റ്റ്. ബിക്കോസ് ദി ഓൾമൈറ്റി ഗോഡ് ക്രിയേറ്റഡ് us in his image to do his mission in this world, to continue his mission. So we are invited to do this mission voluntarily. Voluntary Evangelist Sunday എന്നാണ് ഇന്ന് പറയുന്നത്, ഇതിനെ പറയുന്നത് ഇന്നത്തെ ദിവസത്തിൻ്റെ പ്രത്യേകത. So it was started in 1924 by Abraham Marthoma Metropolitan. അതിൻ്റെ ഒരു we can see the miniature form of Marthoma Voluntary Evangelist Association in our parish. That is Idavaga Mission. That is the miniature form of the Marthoma Voluntary Evangelist Association. So in Idavaga Mission we are participating in various activities, Bible studies and sharing witnesses and visiting the sick and empowering the other people and supporting the mission work, and in various manner we are participating in gospel works. എന്നാൽ പലപ്പോഴും നമ്മൾ ചിന്തിക്കുന്നത് ഇടവ മിഷൻ എന്നുള്ളത് അത് പ്രായമായവരുടെ ഏതോ ഒരു സംഘടനയാണ്. We are thinking that in ഇടവ മിഷൻ the people, those who are participating, particularly old age people. That is not correct. God called us and God gave such a beautiful life to all of us to do his ministry. But many a time we forget that aspect and we are living as we like. But God is calling day by day and he is compelling us to engage along with him and to continue his mission. അതുകൊണ്ട് ഇടവ മിഷൻ എന്ന് പറയുമ്പോൾ ഞാൻ പറഞ്ഞത് നമ്മളുടെ ഇടവകയിലെ എല്ലാവരും യങ് കപ്പിൾ അല്ലെങ്കിൽ ഇടവകയിലെ കുടുംബ ജീവിതം നയിക്കുന്നവർ അല്ലെങ്കിൽ ഇടവകയിലെ വിവിധ പ്രായത്തിലുള്ളവർ, യൂത്ത്, എല്ലാവരും വന്ന് പങ്കെടുക്കാൻ ഒരു സംഘടനയാണല്ലോ ഇടവക മിഷൻ. ഓരോ മാർത്തോമക്കാരനും ഓരോ സുവിശേഷകനാണ് എന്നാണ് പറയുന്നത്. Each Marthomite is an evangelist. And God commissioned us to do his ministry. So that's why we have the responsibility to share his gospel to others. But we the people, we are traveling in many places and to proclaim good news. Go and spell. And we are traveling one places to another. After servicing here, we will transfer to another places. And we dedicated ourselves for the full-time ministry. But as a Marthomite, you can also proclaim the good news to the surroundings, to your friends, to your fellow beings, to the people who are in need. And there are many people around the world, those who are seeking your support and your care. Through your words, through your talents, through your capacity, and through your efficiency and proficiency, you can do his ministry effectively in this world. എന്നാൽ നമുക്കിതൊന്നും അറിയത്തില്ല. നമ്മളെ ജീവിതത്തിൻ്റെ വില പലപ്പോഴും അറിയത്തില്ല. ഈ ആരോഗ്യമുള്ളപ്പോൾ അതിൻ്റെ വില നമ്മൾ തിരിച്ചറിയണം. ഈ നന്മ ജീവിതത്തിൽ അനുഭവിക്കുമ്പോൾ നമ്മളത് തന്നവനെ നമ്മൾ ഒരിക്കലും മറന്നു പോകരുത്. വി മസ്റ്റ് ബി കെയർ അബൌട്ട് അവർ സെൽഫ്. ഒരിക്കൽ മാത്രമേ, അറ്റ് വൺസ് വി ആർ പാസിങ് ത്രൂ ദിസ് എർത്ത്. സോ യൂട്ടിലൈസ് അവർ ലൈഫ് ഇഫക്റ്റീവ്ലി. നമ്മൾ ചിന്തിക്കുന്നത് നാം എല്ലാ കാലത്തും ഈ ലോകത്തുണ്ടായിരിക്കും എന്നുള്ള ഒരു ചിന്തയാണ്. എന്നാൽ നമുക്ക് ദൈവം തന്നിരിക്കുന്ന ഈ ലോകത്തിലെ തന്നിരിക്കുന്ന ഈ ജീവിതം അതേറ്റവും സാക്ഷ്യത്തോടെ ഉപയോഗിക്കാനായിട്ട് നമുക്കിടയാകണം. CP ഫിലിപ്പോസ് അച്ഛനായിരുന്നു അതിൻ്റെ ആദ്യത്തെ പ്രസിഡൻറ്റ്. നമ്മുടെ പാട്ടൊക്കെ പാടുന്നാണല്ലോ നമ്മൾ കൊച്ചുഞ്ഞുപദേശി, സാധു കൊച്ചുഞ്ഞുപദേശിയായിരുന്നു അതിൻ്റെ ആദ്യത്തെ സെക്രട്ടറി. കൊളക്കോട്ട്
ജോൺ ഉപദേശിയായിരുന്നു അതിൻ്റെ ആദ്യത്തെ ട്രാവലിംഗ് സെക്രട്ടറി. അങ്ങനെ അയിരൂർക്കാർ പലരും നമ്മുടെ ഇടവകയിലുമുണ്ടല്ലോ. അയിരൂർ ചായൽ മാർത്തോമ ഇടവകയിലാണ് ഇതിൻ്റെ ഫസ്റ്റ് പ്രെയർ, ദ ഫസ്റ്റ് പ്രെയർ മീറ്റിംഗ് ഓഫ് മാർത്തോമ വോളണ്ടറി ഇവാഞ്ചലിസ്റ്റ് അസോസിയേഷൻ സ്റ്റാർട്ടഡ് ഇൻ അയിരൂർ ചായൽ മാർത്തോമ ചർച്ച്. അപ്പോൾ എവറി മന്ത് ദേ ഗ്യാതേർഡ് ടുഗദർ. അന്ന് തുടങ്ങിയ ഈ പ്രാർത്ഥനയും ഈ കൂടിവരവുമാണ് ഇന്ന് മാർത്തോമ എല്ലായിടത്തും അത് വ്യാപിച്ച വലിയൊരു സംഘടനയായിട്ട് മാറിയിരിക്കുന്നത്. വി ഹാവ് ഇടവ മിഷൻ ഗ്യാദർ, ബട്ട് ഹൗ മെനി ഓഫ് യു ആർ പാർട്ടിസിപ്പേറ്റിംഗ്? ഒന്ന് ശാന്തമായിട്ട് ചിന്തിക്കണം. എത്ര പേര് ഈ ഇടവ മിഷൻ പ്രാർത്ഥനയിൽ പങ്കെടുക്കുന്നുണ്ട്? അതിൻ്റെ സെക്രട്ടറി ഉണ്ടല്ലോ. സെക്രട്ടറി ഇന്ന് ബർത്ത്ഡേ ആഘോഷിക്കുക. സെക്രട്ടറി ഞങ്ങൾ ഇന്ന് ഇടവകയായിട്ട് സെക്രട്ടറിക്ക് എല്ലാ ആശംസകളും അറിയുന്നു. സെക്രട്ടറി ശ്രീ സിബു ഫിലിപ്പ്, അദ്ദേഹം ഹി സെലിബ്രേറ്റിംഗ് ഹിസ് ബർത്ത്ഡേ ടുഡേ. സോ ഓൺ ബിഹാഫ് ഓഫ് അവർ ചർച്ച് പാരിഷ് മിഷൻ we extend our wishes and our prayers to Mr. സിബു ഫിലിപ്പ്. അപ്പോൾ അദ്ദേഹത്തിന് നിങ്ങൾ കോൺടാക്ട് ചെയ്തിട്ട് നിങ്ങൾ എല്ലാ മീറ്റിങ്ങിലും പങ്കെടുക്കണമെന്ന് ഞാൻ പറയുകയല്ല. എന്നാൽ നിങ്ങൾക്ക് അവസരം കിട്ടുമ്പോൾ നിങ്ങൾ എന്ത് ചെയ്യണം? അതിൽ തീർച്ചയായിട്ടും പങ്കെടുക്കണം. ആ പാരിഷ് മിഷനിൽ എന്ന് പറഞ്ഞാൽ ഇടവ മിഷനിൽ പങ്കെടുക്കണം. എനിക്ക് എന്ത് ചെയ്യാൻ പറ്റുമെന്നുള്ളത് നിങ്ങൾ ചിന്തിക്കണം. സംടൈംസ് വി ആർ സെയിങ് ദാറ്റ് വി cannot understand that language, but in these days there are many facilities to understand his word in various manner. നമുക്ക് ഭാഷയെ കുറ്റം പറയാൻ ഒരിക്കലും സാധ്യമല്ല. ഭാഷയെ കുറ്റം പറയാൻ സാധ്യമല്ല. ഇനി അത് അപ്പച്ചന്മാരുടെ സംഘടനയാണെന്ന് പറഞ്ഞ് തള്ളിക്കളയാനും പറ്റത്തില്ല. ഇന്നൊക്കെ നമ്മൾ പറയുന്ന ഓരോ ഒഴിവുകഴിവുകളാണ്. ഇതുകൊണ്ടൊന്നും ഒരു കാര്യമില്ല. അതുകൊണ്ട് ഏത് സംഘടന, സേവികാ സംഘം എന്ന് പറഞ്ഞാൽ അമ്മച്ചിമാരുടെ അല്ല, ഇടവ മിഷൻ എന്ന് പറഞ്ഞാൽ അപ്പച്ചന്മാരുടെ അല്ല. ഒറ്റ കാര്യം മാത്രമേ ഉള്ളൂ ഇവിടെ പ്രായമുള്ളവരുടെ, അത് സീനിയർ സിറ്റിസൺ ഫെലോഷിപ്പ്. ദയവ് ചെയ്ത് നിങ്ങളാരും സീനിയർ സിറ്റിസൺ ഫെലോഷിപ്പിൽ വരല്ലേ. ബാക്കിയുള്ള സംഘടനകളിൽ അതുപോലെ യൂത്ത് ഫെലോഷിപ്പിൽ യൂത്ത് പങ്കെടുക്കണം, സൺഡേ സ്കൂൾ ചിൽഡ്രൻ പങ്കെടുക്കണം. എന്നാൽ ഇടവ മിഷനിലും സേവികാ സംഘത്തിലും നിങ്ങൾക്ക് പാർട്ടിസിപ്പേറ്റ് ചെയ്യാനായിട്ട് സാധിക്കും. ഞാൻ എന്തുകൊണ്ടിത് പറയുന്നതെന്ന് ചോദിച്ചാൽ വളരെ കുറച്ച് പേര് മാത്രമാണ് അതിൽ പങ്കെടുക്കുന്നത്. ആൻഡ് വി ഹാവ് ആൻ ഇൻഡസ്ട്രി പ്രെയർ എവരി വെനസ്ഡേ. 1 മണിക്കൂർ നമ്മൾ വിവിധ വിഷയങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുക. ആവശ്യങ്ങൾ വരുമ്പോൾ എല്ലാവർക്കും പ്രാർത്ഥിക്കാൻ ആഗ്രഹമാണ്. എന്നാൽ മുടങ്ങാതെ വന്നൊന്ന് പ്രാർത്ഥിക്കാൻ എത്ര പേര് സമയം ചെലവഴിക്കും? അതുപോലെ വി ഹാവ് എ ഫാസ്റ്റിംഗ് പ്രെയർ ഓൺ എവരി ഫ്രൈഡേ. നിങ്ങൾ ജോലി ചെയ്തോ? തീർച്ചയായിട്ടും ജോലി ചെയ്യണം. നമ്മുടെ കുടുംബത്തിന് വേണ്ടി എല്ലാ കാര്യങ്ങളും ക്രമീകരിക്കണം. ദാറ്റ് ഈസ് വെരി മച്ച് നീഡഡ്. അറ്റ് ദ സെയിം ടൈം ഇഫ് യു ഹാവ് ടൈം, നിങ്ങൾക്ക് സമയമുണ്ടെങ്കിൽ, നിങ്ങൾക്ക് അതിന് വേണ്ട സൗകര്യങ്ങളൊക്കെ ലഭ്യമാണെങ്കിൽ, നിങ്ങൾ ഏതെങ്കിലും ഒരു ദിവസം ഓഫ് എടുത്ത് ചുമ്മാതിരിക്കുകയാണെന്നുണ്ടെങ്കിൽ നിങ്ങൾ അങ്ങനെയുള്ള പ്രെയർ മീറ്റിങ്ങുകളിലും ഒക്കെ പങ്കെടുക്കണം എന്ന് പ്രത്യേകമായിട്ട് ഓർമ്മിപ്പിച്ച് ഞാൻ നിർത്തുന്നു. നമ്മുടെ മിഷൻ ഇതാരുടെയോ പണിയാണ്, ഞങ്ങളുടെ പണിയല്ല എന്ന് വിചാരിക്കുന്നെങ്കിൽ നമുക്ക് തെറ്റിപ്പോയി. നമ്മളെല്ലാവരും ഓരോ സുവിശേഷകരാണ്. ജീവിതമെന്ന് പറയുന്നത് സുവിശേഷം പ്രഘോഷിക്കാൻ ദൈവം തന്നിരിക്കുന്നതാണ്. ജീവിതമെന്ന് പറയുന്നത് അവൻ്റെ സ്നേഹം ചുറ്റുപാടുകളിലേക്ക് നമുക്ക് പ്രചരിപ്പിക്കാനുള്ളതാണ്. അത് ചെയ്യുവാൻ, അത് മനസ്സിലാക്കി പ്രവർത്തിക്കുവാൻ ദൈവം നമ്മളെ ഇടയാക്കട്ടെ എന്ന് ആഗ്രഹിക്കുന്നു, പ്രാർത്ഥിക്കുന്നു. ഇന്ന് നമ്മുടെ ഇടവ മിഷൻ അംഗങ്ങളിൽ ഒരാളാണ് ദൈവവചനം ശുശ്രൂഷിക്കുന്നത്. വലിയ രോഗത്തിൽ നിന്ന്, പ്രയാസത്തിൽ നിന്ന് വിടുതൽ ദൈവം കൊടുത്ത് നമ്മുടെ മുമ്പിൽ ബലത്തോടുകൂടി നിർത്തിയിരിക്കുന്ന മിസ്റ്റർ ജോർജ് എബ്രഹാമിനെ ഞാൻ ദൈവവചന ശുശ്രൂഷയ്ക്കായിട്ട് ക്ഷണിക്കുന്നു. ഒരു പാട്ടിൻ്റെ ഒരു സ്റ്റാൻസ പാടാം. നിൻ വചനം ധ്യാനിക്കുമ്പോൾ എൻ ഹൃദയം ആശ്വസിക്കും, കൂരിരുളിൻ നിൻമൊഴികൾ കൂരിരുളിൻ താഴ്വരയിൽ ദീപമതാ നിൻമൊഴികൾ. ദൈവനാമത്തിന് മഹത്വം ഉണ്ടാകട്ടെ. നമുക്കൊരു വാക്ക് പ്രാർത്ഥിക്കാം.
കരുണയുള്ള ഞങ്ങളുടെ ദൈവമേ, സ്വർഗീയ പിതാവേ, അടിയൻ്റെ വായിലെ വാക്കുകളും ഞങ്ങളുടെ ഓരോരുത്തരുടെയും ഹൃദയത്തിലെ നിരൂപണങ്ങളും അങ്ങേക്ക് പ്രസാദകരമായിരിക്കണമേ. ആമേൻ. ഇടവ മിഷനെ പറ്റി അച്ഛൻ വളരെ വിശദമായിട്ട് പറഞ്ഞുവല്ലോ. 3 അച്ഛന്മാരുടെ മുൻപിൽ ഇവിടെ നിൽക്കുമ്പോൾ വളരെ ഭയത്തോടും വിറയലോടും കൂടിയാണ് ഞാനിവിടെ നിൽക്കുന്നത്. അതിനു പുറമെ ഒരു ഓഡിയൻസിനെ ഫേസ് ചെയ്യുമ്പോൾ ഞാൻ മറ്റൊരാളായിട്ട് മാറുന്നത് സാധാരണയാണ്. എൻ്റെ മുഖത്തു നിന്ന് എൻ്റെ നെർവസ്നെസ് നിങ്ങൾക്ക് മനസ്സിലാകും എന്ന് ഞാൻ കരുതുന്നു. ഏതായിരുന്നാലും അച്ഛൻ പറഞ്ഞതുപോലെ വളരെ ഭാരങ്ങളുടെയും പ്രയാസങ്ങളുടെയും ശേഷം ഒരിക്കൽ കൂടി നിങ്ങളുടെ മുൻപിൽ ഇങ്ങനെ നിൽക്കുവാൻ സാധിക്കുന്നത് ഒരു വലിയ ദൈവകൃപയാണ്. ഏകദേശം പഴയ രൂപത്തോടുകൂടി ഇന്ന് നിങ്ങളുടെ മുൻപിലായിരിക്കുവാൻ സാധിക്കുന്നത് ദൈവകൃപ ഒന്നു മാത്രം ആണ്. എനിക്ക് ഈ അവസരം നൽകി തന്ന ഇടവ മിഷൻ ഭാരവാഹികളോടുള്ള പ്രത്യേക നന്ദിയും സ്നേഹവും അറിയിക്കുന്നു. എത്രയും സ്നേഹവും ബഹുമാനവും ആദരവുമുള്ള സന്തോഷ് വർഗീസ് അച്ഛനോടും ബഹുമാനപ്പെട്ട ചാക്കോ അച്ഛനോടും ഫിലിപ്പ് വർഗീസ് അച്ഛനോടും ഉള്ള പ്രത്യേക നന്ദിയും സ്നേഹവും അറിയിക്കുന്നു. സന്നദ്ധ സുവിശേഷ സംഘടന ഏകദേശം 100 വർഷം ആഘോഷിക്കുന്നതായിട്ടുള്ള ഈ സമയത്ത് ഓരോ മർത്തോമക്കാരനും ഓരോ സുവിശേഷകൻ എന്ന ദർശനത്തോടുകൂടി 7 പരിപാടികളോടുകൂടി സംഘം നിലകൊള്ളുന്നു. ആ 7 പരിപാടികൾ മധ്യസ്ഥ പ്രാർത്ഥന, വേദപുസ്തക പഠനം, സാക്ഷ്യം, ഭവന സന്ദർശനം, രോഗികളെയും ആവശ്യത്തിലിരിക്കുന്നവരെയും സഹായിക്കുക, പ്രാർത്ഥനകൾ നടത്തുക, അന്യമതസ്ഥരുടെ ഇടയിലുള്ള സുവിശേഷീകരണം എന്നിവയാണ്. ഈ 7 പരിപാടികൾ 4 തരത്തിലുള്ള പ്രവർത്തന ക്രമീകരണത്തിൽ കൂടിയാണ് നടത്തുന്നത്. പൊതുവായി അഥവാ സഭയായി ചെയ്യുന്ന പ്രവർത്തനങ്ങൾ, ഭദ്രാസന കേന്ദ്രീകൃതമായി ചെയ്യുന്ന പ്രവർത്തനങ്ങൾ, പ്രാദേശികമായി അഥവാ റീജിയണലായി ചെയ്യുന്ന പ്രവർത്തനങ്ങൾ, ഇടവകയായി ചെയ്യുന്ന പ്രവർത്തനങ്ങൾ. എന്നാൽ ഇവിടുത്തെ പ്രത്യേക ചുറ്റുപാടനുസരിച്ച് ഈ 7 പരിപാടികളെല്ലാം നമുക്ക് പ്രായോഗികം അല്ല. പ്രത്യേകിച്ച് ആവശ്യത്തിലിരിക്കുന്നവരെ സഹായിക്കുക എന്ന കാര്യത്തിൽ നമ്മൾ വളരെ മുൻപിലാണ് എന്നുള്ള കാര്യം ഏറ്റവും സന്തോഷകരം തന്നെയാണ്. ഈ കഴിഞ്ഞ വർഷം നമ്മൾ ചെയ്തതായ ചില പ്രവർത്തനങ്ങളെ സൂചിപ്പിച്ചുകൊണ്ട് മുന്നോട്ട് പോകാമെന്ന് ആഗ്രഹിക്കുകയാണ്. കഴിഞ്ഞ വർഷം മാരാമൻ കൺവെൻഷൻ സമയത്ത് 3 കുട്ടികൾ മുങ്ങി മരിച്ചതായിട്ട് നമ്മൾ കേട്ടുവല്ലോ. അതിൽ ഒരു കുട്ടിയുടെ പിതാവ് നമ്മുടെ സഭയുടെ ഒരു സഭ ആത്മായ ശുശ്രൂഷകനാണ്. അവരുടെ ഒരു മകളെ വിവാഹം കഴിപ്പിക്കുന്നതിനാവശ്യമായിരുന്ന ധനസഹായത്തിൽ ഒരു കൈതാങ്ങൽ നൽകുവാൻ നമുക്ക് സാധിച്ചു എന്നുള്ളത് എടുത്തു പറയാവുന്ന ഒരു കാര്യമാണ്. അതുകൂടാതെ 3 വീടുകൾ വയ്ക്കുന്നതിനുള്ള ധനസഹായം അല്പമായിട്ട് കൈത്താങ്ങൽ നൽകുവാൻ നമുക്ക് സാധിച്ചു. കൂടാതെ നമ്മൾ സപ്പോർട്ട് ചെയ്യുന്നതായിട്ടുള്ള 2 മിഷൻ ഫീൽഡ്, ഒന്ന് പുനലൂർ ബോയ്സ് ഹോം, പിന്നെ ഉദുമൽപേട്ട് മിഷൻ ഫീൽഡ് ഈ വർഷവും ഈ സഹായങ്ങൾ എത്തിക്കുവാനായിട്ട് നമ്മൾക്ക് സഹായിച്ചു. പഠന കാര്യത്തിൽ ഈ വർഷം സേവീയ സംഘവുമായി ചേർന്ന് ഹെൽത്ത് ആൻഡ് ന്യൂട്രീഷൻ എന്ന വിഷയത്തിൽ സ്റ്റഡി ക്ലാസ് നടത്തുകയുണ്ടായിരുന്നു. ഇതൊക്കെയും സാധിക്കുന്നത് ഓരോരുത്തരുടെയും സഹായ സഹകരണങ്ങൾ കൊണ്ടാണ്. ഓരോ മർത്തോമാക്കാരനും ഒരു സുവിശേഷകൻ എന്നുള്ള അടിസ്ഥാന ദൗത്യത്തെ അർത്ഥസമ്പൂർണമാക്കിക്കൊണ്ട് മുന്നേറുവാനായിട്ട് നമുക്ക് സാധിക്കട്ടെ. അതിന് നിങ്ങളുടെ ഓരോരുത്തരുടെയും
സഹകരണങ്ങൾ അഭ്യർത്ഥിച്ചുകൊണ്ട് ആ ഭാഗം ഞാൻ വിടുകയാണ്. പിന്നെ അച്ഛൻ പറഞ്ഞതുപോലെ എൻ്റെ സാക്ഷ്യം പറയുമ്പോൾ ഇവിടുത്തെ സാഹചര്യത്തിൽ രോഗികളെ സന്ദർശിക്കുക എന്നുള്ളത് എപ്പോഴും സാധ്യമായുള്ള കാര്യമല്ലല്ലോ. എങ്കിലും ഫോണിൽ കൂടെ ബന്ധപ്പെടുന്നതിനും അതിൻ്റെ ഫലവും അതിൻ്റെ ആശ്വാസവും ഏറ്റവും അധികം അനുഭവിച്ചവരാണ് ഞാനും എൻ്റെ കുടുംബവും. രോഗിയായിരുന്ന സമയത്ത് നിങ്ങൾ നൽകിയതായിട്ടുള്ള എല്ലാ ഫോൺ കോളുകൾക്കും വിവരങ്ങൾ അന്വേഷിക്കുന്നതിലും ഒക്കെയും വളരെ നന്ദിയും സ്നേഹവും ഈ സമയത്ത് അർപ്പിക്കുന്നു. ഇപ്പോഴും നൽകിക്കൊണ്ടിരിക്കുന്ന എല്ലാ ബലപ്പെടുത്തുകൾക്കായിട്ടും സ്തോത്രം ചെയ്യുന്നു. ഞങ്ങളെ പ്രാർത്ഥനയിൽ വഹിക്കണമേ എന്ന് പ്രത്യേകമായിട്ട് ഓർക്കുന്നു. സാക്ഷ്യമായിട്ട് പറയുമ്പോൾ എനിക്ക് പാട്ട് പാടുവാൻ അറിയത്തില്ല. എന്നിരുന്നതിൽ തന്നെ എൻ്റെ മനസ്സിൽ വന്നതായിട്ടുള്ള ഒരു ഗാനം, ദൈവ സ്നേഹം വർണ്ണിച്ചിടാൻ വാക്കുകൾ പോരാ എന്നുള്ള പാട്ടാണ്. ഒന്ന് പാടി സഹായിക്കുമെങ്കിൽ. ദൈവസ്നേഹം വർണ്ണിച്ചിടാൻ ജീവിതം പോരാ, കഷ്ടപ്പാടിൻ കാലങ്ങളിൽ രക്ഷിക്കുന്ന സ്നേഹമോർത്ത എത്ര സ്തുതിച്ചാലും മതി വരുമോ ദൈവസ്നേഹം വർണ്ണിച്ചിടാൻ വാക്കുകൾ പോരാ, നന്ദി ചൊല്ലി തീർക്കുവാനീ ജീവിതം പോരാ. സ്തോത്രം. ഹല്ലേലൂയ. തുടർന്ന് അല്പസമയത്തേക്ക് എൻ്റെ സാക്ഷ്യത്തോടുകൂടി ചേർന്ന് ചിന്തിക്കുന്നതിനായിട്ട് ഞാൻ എടുത്തിരിക്കുന്ന വേദഭാഗം അപ്പോസ്തല പ്രവൃത്തികൾ 11-ാം അധ്യായത്തിൻ്റെ 26-ാം വാക്യം. അവർ 1 സംവത്സരം മുഴുവൻ സഭായോഗങ്ങൾ കൂടുകയും ബഹുജനത്തെ ഉപദേശിക്കുകയും ചെയ്തു. ആദ്യം അന്ത്യോക്യയിൽ വെച്ച് ശിഷ്യന്മാർക്ക് ക്രിസ്ത്യാനികൾ എന്ന പേര് ഉണ്ടായി. ശിഷ്യന്മാർക്ക് ക്രിസ്ത്യാനികൾ എന്ന പേര് ഉണ്ടായി. കഴിഞ്ഞ ആഴ്ച നമ്മുടെ കൺവെൻഷനിൽ ശിഷ്യത്വം ജീവിത ധന്യതയുടെ ആഘോഷം അഥവാ ഡിസൈപ്പിൾഷിപ്പ്, ദ സെലിബ്രേഷൻ ഓഫ് ലൈഫ് ഇൻ ഇറ്റ്സ് അബൻഡൻസ് എന്നതിനെപ്പറ്റി 8 അനുഗ്രഹകരമായ പോയിൻറ്റേഴ്സാണല്ലോ നമ്മൾ കേട്ടത്. ശിഷ്യന്മാർക്കാണ് ക്രിസ്ത്യാനികൾ എന്ന പേരുണ്ടായത്. നാം ഓരോരുത്തരും ക്രിസ്ത്യാനികൾ എന്നതിൽ അഭിമാനിക്കുന്നവരാണ്. എൻ്റെ അനുഭവത്തിൽ പറഞ്ഞാൽ വളരെ അനുഗ്രഹങ്ങൾ അനുഭവിച്ചവനായ ഞാൻ പലപ്പോഴും ചെറിയ പ്രയാസങ്ങളുടെ മുൻപിൽ പതറിപ്പോകുന്നു എന്നുള്ളതാണ് സത്യം. എൻ്റെ പ്രാർത്ഥന ദൈവം ശ്രദ്ധിക്കുമോ എന്ന സംശയം പലപ്പോഴും എൻ്റെ മനസ്സിൽ വന്നു പോകാറുണ്ട്. എന്നെപ്പോലെ ക്രിസ്തീയ ജീവിതത്തിൽ പരാജയങ്ങൾ സംഭവിച്ചു എന്ന് ചിന്തിക്കുന്ന ആരെങ്കിലും ഉണ്ടെങ്കിൽ ഇന്ന് ഞാൻ സംസാരിക്കുവാനായിട്ട് ആഗ്രഹിക്കുന്നത് നിങ്ങളോട് മാത്രമാണ്. എൻ്റെ ക്രിസ്തീയ ജീവിതത്തിൽ പരാജയങ്ങൾ വന്നു പോയിരിക്കുന്നു. എൻ്റെ പ്രാർത്ഥന ദൈവം കേൾക്കുകയില്ല, എൻ്റെ ദൈവം പ്രാർത്ഥന കേൾക്കുന്നുണ്ടോ എന്നൊക്കെയും സംശയിക്കുന്ന ആരെങ്കിലും ഉണ്ടെങ്കിൽ, നാം ഇന്ന് കേട്ടതായിട്ടുള്ള സുവിശേഷ ഭാഗം യേശു ശിഷ്യന്മാരെ വിളിച്ച് വേർതിരിക്കുന്നതായിട്ടുള്ള ഭാഗമാണല്ലോ. അവൻ ലൂക്കോസ് 9:1 മുതൽ 6 വരെ ഉള്ള വാക്യങ്ങളാണ് നാം കേട്ടത്.
അതിൻ്റെ 1-2 വാക്യങ്ങൾ ഇപ്രകാരം വായിക്കുന്നു. അവൻ 12 വരെ അടുക്കൽ വിരിച്ചു, സകല ഭൂതങ്ങളുടെ മേലും വ്യാധികളുടെ മേലും വ്യാധികളെ സൗഖ്യമാക്കുവാനും അവർക്ക് ശക്തിയും അധികാരവും കൊടുത്തു. ദൈവരാജ്യം പ്രസംഗിപ്പാനും രോഗികൾക്ക് സൗഖ്യം വരുത്തുവാനും അവരെ അയച്ച് അവരോട് പറഞ്ഞത് എന്ന് തുടർന്നു പോകുന്നു. വളരെ പരിചിതമായിട്ടുള്ള ഒരു വേദഭാഗമാണ് ഇത്. ശിഷ്യന്മാരെ വിളിക്കുന്നതായിട്ടുള്ള മറ്റു വേദഭാഗങ്ങളോട് ചേർത്ത് നാം ഇത് വായിക്കുകയാണ് എങ്കിൽ ശിഷ്യന്മാരെ വിളിക്കുന്നത് 3 കാര്യങ്ങൾക്കായിട്ടാണ് എന്ന് നമുക്ക് കാണുവാനായിട്ട് സാധിക്കും. തന്നോടുകൂടി ഇരിക്കേണ്ടതിന്, പ്രസംഗിക്കേണ്ടതിന്, അയക്കേണ്ടതിന്, ഭൂതങ്ങളെ പുറത്താക്കേണ്ടതിന് അധികാരം ഉണ്ടാകുവാനായിട്ട്. സുഖത്തിലും ദുഃഖത്തിലും തൻ്റെ പ്രവൃത്തികളിലൊക്കെയും തന്നോടുകൂടെ ഇരിക്കുന്നതിനായിട്ടാണ് ശിഷ്യന്മാരെ വിളിച്ച് വേർതിരിച്ചത് എന്നു തന്നെയല്ല, തൻ്റെ പല അത്ഭുത പ്രവൃത്തികളും ശിഷ്യന്മാരിൽ വിശ്വാസം വർദ്ധിപ്പിക്കുന്നതിന് വേണ്ടിയുള്ളവ ആയിരുന്നു എന്ന് നമുക്ക് കാണുവാനായിട്ട് സാധിക്കും. ലാസറിൻ്റെ മരണത്തെപ്പറ്റി പറയുന്ന വേദഭാഗത്ത് നാം ഇപ്രകാരം വായിക്കുന്നു. യോഹന്നാൻ 11:15 ഞാൻ അവിടെ ഇല്ലാത്തതുകൊണ്ട് നിങ്ങളെ വിചാരിച്ച് സന്തോഷിക്കുന്നു, നിങ്ങൾ വിശ്വസിക്കുവാൻ ഇടയാകുമല്ലോ. എന്നാൽ അവൻ്റെ അടുക്കലേക്ക് നാം പോകാം. എന്നാൽ യേശുവിന് ഏറ്റവും ആവശ്യമായി വരുന്ന സ്ഥാനത്ത് ഏറ്റവും അടുത്തവരെയും വിളിച്ച് ഗെത്സമനയിലേക്ക് പോകുമ്പോൾ നമുക്കറിയാം, തന്നോടുകൂടെ ഉണർന്നിരുന്ന് പ്രാർത്ഥിക്കുവാനായിട്ട് അവർക്ക് സാധിച്ചില്ല. യേശു അവരുടെ അടുക്കലേക്ക് ചെന്ന് ചോദിക്കുന്നു, എന്നോടുകൂടി അല്പസമയം ഉണർന്നിരിപ്പാൻ നിങ്ങൾക്ക് സാധിക്കുന്നില്ലയോ എന്ന്. പരീക്ഷയിൽ അകപ്പെടാതെ ഇരുപ്പാൻ ഉണർന്നിരുന്ന് പ്രാർത്ഥിപ്പീൻ. അത് തന്നെയല്ല, താൻ യഹൂദന്മാരുടെ കയ്യിൽ ഏൽപ്പിക്കപ്പെടുന്നതായിട്ടുള്ള സമയത്ത് മർക്കോസിൻ്റെ സുവിശേഷം 14:50 ശിഷ്യന്മാർ എല്ലാവരും അവനെ വിട്ട് ഓടിപ്പോയി. തന്നോടുകൂടി ഇരിക്കുവാനായി തിരഞ്ഞെടുക്കപ്പെട്ട ശിഷ്യന്മാർ ഉറങ്ങിപ്പോയി, ഓടിപ്പോയി. പ്രസംഗിക്കേണ്ടതിന് അയക്കുവാനായി ശിഷ്യന്മാരെ തിരഞ്ഞെടുത്തു. പ്രസംഗിക്കുവാനായി അവരെ അയക്കുമ്പോൾ അവർക്ക് നൽകിയിരുന്നതായിട്ടുള്ള ഒരു മുന്നറിയിപ്പ് ഇത് മാത്രമായിരുന്നു: നിങ്ങൾ യാതൊരു മുന്നൊരുക്കവും ഇല്ലാതെ കടന്നു പോവുക. ഈ മുന്നൊരുക്കമില്ലാതെ കടന്നു പോവുക എന്ന് പറയുമ്പോൾ അതിൻ്റെ പുറകിൽ മറ്റൊരു സത്യമുണ്ട്. നാം എപ്പോഴും ഒരുക്കമുള്ളവരായിരിക്കുക. നാം എവിടേക്കെങ്കിലും പോകാനായിട്ട് തയ്യാറാവുമ്പോൾ നാം ഒരുങ്ങാറുണ്ട്. കാരണം എന്നാന്ന് വെച്ച് കഴിഞ്ഞാൽ അതിനു മുന്നമേ എല്ലാ കാര്യങ്ങളും എടുത്ത് പെട്ടിയിൽ വെച്ച് റെഡിയാക്കിയിട്ടില്ല. അതുകൊണ്ടാണ് നമ്മൾ ഒരുങ്ങുന്നത്. എന്നാൽ ഇവിടെ മുന്നൊരുക്കമില്ലാതെ പോകുവാൻ പറയുമ്പോൾ നാം എപ്പോഴും ഒരുക്കമുള്ളവരായിരിക്കുക എന്നുള്ള ഒരു ധ്വനി കൂടി അതിലുണ്ട് എന്നുള്ളത് നാം മനസ്സിലാക്കണം. തുടർന്ന് താൻ പറയുന്നത്, നിങ്ങളെ സ്വീകരിക്കാത്തവരുടെ മുൻപിൽ പോലും സാക്ഷ്യം ഉള്ളവരായിരിക്കുക. നാം ആ വേദഭാഗം വായിച്ചു കേട്ടല്ലോ. സാക്ഷ്യത്തിനായി നിങ്ങളുടെ കാലിൽ നിന്ന് പൊടി തട്ടിക്കളവീൻ. എന്നാൽ ശിഷ്യന്മാർ പഠിച്ചതും മനസ്സിലാക്കിയതും എന്താണ്? ലൂക്കോസ് 9:52 മുതൽ 54 വരെയുള്ള ഭാഗങ്ങളിൽ ഇപ്രകാരം നമ്മൾ കാണുന്നു. അവർ പോയി അവരായി വട്ടം കൂട്ടേണ്ടതിന് ശമര്യരുടെ ഒരു ഗ്രാമത്തിൽ ചെന്നു. എന്നാൽ അവൻ യെരുശലേമിലേക്ക് പോകുവാൻ ഭാവിച്ചിരിക്കയാൽ അവർ അവനെ കൈക്കൊണ്ടില്ല. അതേ അവൻ്റെ ശിഷ്യന്മാരായ യാക്കോബും യോഹന്നാനും കണ്ടിട്ട്, കർത്താവേ, ഏലിയാവ് ചെയ്തതുപോലെ ആകാശത്തു നിന്ന് തീ ഇറങ്ങി അവരെ നശിപ്പാൻ ഞങ്ങൾ പറയുന്നത് നിനക്ക് സമ്മതമോ എന്ന് ചോദിച്ചു. തങ്ങളെ തള്ളിക്കളയുന്നവരുടെ മുൻപിൽ
സാക്ഷ്യമുള്ളവരായി നിൽപ്പാൻ പഠിപ്പിച്ചു. എന്നാൽ അവർ പഠിച്ചത് തങ്ങളെ സ്വീകരിക്കാത്തവരെ തീയിറങ്ങി നശിപ്പിച്ചു കളയുവാൻ ആണ് അവർ മനസ്സിലാക്കിയതും അവർ പഠിച്ചതും. തുടർന്ന് നമുക്ക് മുന്നോട്ട് പോകാം. ഭൂതങ്ങളെ പുറത്താക്കേണ്ടതിന് അധികാരമുണ്ടാകുവാനായി. ക്ഷമിക്കുക. ആ കാലത്ത് മിക്കവാറും എല്ലാ രോഗങ്ങളും ഭൂതബാധയോ അശുദ്ധാത്മബാധയോ ആയിട്ടാണല്ലോ കരുതിയിരുന്നത്. യേശു തൻ്റെ ശിഷ്യന്മാരെ പ്രസംഗിക്കേണ്ടതിനും രോഗികളെ സൗഖ്യമാക്കേണ്ടതിനും അയച്ചപ്പോൾ അവർക്ക് രോഗികളെ സൗഖ്യമാക്കുവാൻ സാധിച്ചിരുന്നു എന്നുള്ളത് ഇന്ന് സുവിശേഷ ഭാഗത്തിൻ്റെ അവസാനത്തെ വാക്യത്തിൽ നിന്ന് നാം മനസ്സിലാക്കുന്നുവല്ലോ. ലൂക്കോസ് 9:6. അവർ പുറപ്പെട്ട് എങ്ങും സുവിശേഷിച്ചും രോഗികളെ സൗഖ്യമാക്കിയും കൊണ്ട് ഊർതോരും സഞ്ചരിച്ചു. എന്നാൽ ഗതസമയനിലെ അനുഭവത്തിൽ നിന്ന് യേശുവും ശിഷ്യന്മാരും മടങ്ങി വരുമ്പോൾ അവിടെ കാണുന്നത് ഒരു അങ്കലാപ്പിൻ്റെ ഒരു സീനാണ് അവിടെ കാണുന്നത്. മത്തായി 17:16 അത് ഇപ്രകാരം പറയുന്നു: ഞാൻ അവനെ, അതായത് ഒരു മകനെ സൗഖ്യമാക്കേണ്ടതിന് ശിഷ്യന്മാരുടെ അടുക്കൽ കൊണ്ടുവന്നിരിക്കുകയാണ്. ഞാൻ അവനെ നിന്റെ ശിഷ്യന്മാരുടെ അടുക്കൽ കൊണ്ടുവന്നു, എന്നാൽ സൗഖ്യം വരുത്തുവാൻ അവർക്ക് കഴിഞ്ഞില്ല എന്ന് പറഞ്ഞു. അതിന് യേശു, അവിശ്വാസവും കോട്ടവുമുള്ള തലമുറയെ, എത്രത്തോളം ഞാൻ നിങ്ങളോട് കൂടെ ഇരിക്കും, എത്രത്തോളം നിങ്ങളെ സഹിക്കും, അവനെ എൻ്റെ അടുക്കൽ കൊണ്ടുവരുവീൻ എന്ന് പറഞ്ഞു. തുടർന്ന് നാം വായിക്കുമ്പോൾ ശിഷ്യന്മാർ രഹസ്യമായിട്ട് യേശുവിനോട് ചോദിക്കുന്നു. പിന്നെ ശിഷ്യന്മാർ സ്വകാര്യമായി യേശുവിൻ്റെ അടുക്കൽ വന്ന് ഞങ്ങൾക്കതിനെ പുറത്താക്കുവാൻ കഴിയാഞ്ഞത് എന്തെന്ന് ചോദിച്ചു. അവൻ അവരോട്, നിങ്ങളുടെ അല്പവിശ്വാസം നിമിത്തമത്രേ എന്ന് പറഞ്ഞു. നമ്മളുടെ ഇന്നത്തെ ഭാഷയിൽ പറഞ്ഞു കഴിഞ്ഞാൽ 3.5 വർഷത്തെ ഓൺ ജോബ് ട്രെയിനിങ്ങും കഴിഞ്ഞു, സോളോയും കഴിഞ്ഞു. ആ ശിഷ്യന്മാർ തങ്ങളുടെ ദൗത്യത്തിൽ വിജയികളായിരുന്നോ പരാജിതരായിരുന്നോ എന്ന് നമ്മളിവിടെ ഒന്ന് ശ്രദ്ധിക്കുക. എന്നാൽ കൂട്ടായ്മയിലൂടെയും പ്രാർത്ഥനയിലൂടെയും അവർ അതിശക്തരായി തീർന്നു എന്നുള്ള ഒരു സത്യം നമുക്ക് അറിയാമല്ലോ. ജീവിതത്തിൽ ഉണ്ടാകുന്ന പരാജയങ്ങളെ സമചിത്തതയോടെ അഭിമുഖീകരിക്കണമെങ്കിൽ നാം വിശ്വാസത്തിൽ ശക്തിപ്പെടേണ്ടത് ആവശ്യമാണ്. ഇന്ന് നാം ഓരോരുത്തരും ക്രിസ്ത്യാനികൾ എന്നതിൽ അഭിമാനിക്കുന്നവരാണല്ലോ. ഓരോ ക്രിസ്ത്യാനിയും ഇന്നത്തെ യേശുവിൻ്റെ ശിഷ്യന്മാരാണ്. ശിഷ്യന്മാർക്കാണ് ക്രിസ്ത്യാനികൾ എന്ന പേര് ഉണ്ടായത്. അവർ സ്വയമായി വിരിച്ച പേരല്ല ക്രിസ്ത്യാനികളെന്ന്. അവരെ കണ്ടവരും അവരെ കേട്ടവരും അവരെ വിളിച്ച പേരാണ് ക്രിസ്ത്യാനികൾ എന്നുള്ളത്. ഇന്ന് നമ്മെ കാണുന്നവർ, ഇന്ന് നമ്മെ കേൾക്കുന്നവർ നമ്മെ ക്രിസ്ത്യാനി എന്ന് വിളിക്കുവാൻ ഇടയായിത്തീരുമോ? ചിന്തിക്കേണ്ടതായിട്ടുള്ള ഒരു വിഷയമാണ്. ഈ ക്രിസ്ത്യാനി എന്നത് നാം സ്വയമേ എടുത്തിരിക്കുന്നതാണോ, മറ്റുള്ളവർ നമുക്ക് നൽകിയിരിക്കുന്ന വിശേഷണമാണോ? ഒരു പക്ഷേ ലോകത്തിൻ്റെ ദൃഷ്ടിയിൽ ശിഷ്യന്മാർ പരാജിതരായിരുന്നിരിക്കാം. എന്നാൽ വിശ്വാസത്തിൽ സ്ഥിരപ്പെട്ട അവർ ലോകത്തെ കീഴ്മേൽ മറിക്കുന്നവരും ലോകത്തെ ജയിച്ചവരും ആയിരുന്നു എന്ന് നമുക്ക് ഓരോരുത്തർക്കും അറിയാമല്ലോ. ഇന്നത്തെ ഒന്നാമത്തെ പാഠത്തിൽ നാം കണ്ടു 4 കുഷ്ഠരോഗികളുടെ കാര്യം. സമൂഹം തള്ളിക്കളഞ്ഞവരായ 4 കുഷ്ഠരോഗികൾ, എല്ലാവരാലും വെറുക്കപ്പെട്ടവർ, സമൂഹത്താൽ ഉപേക്ഷിക്കപ്പെട്ടവർ, ആർക്കും വേണ്ടാത്തവർ. എന്നാൽ അവരാണ് ആ സമൂഹത്തിൻ്റെ
രക്ഷകരായി തീരുന്നത്. ആ 2 രാജാക്കന്മാർ 7-ാം അധ്യായം പൂർണ്ണമായിട്ട് നമ്മൾ വായിക്കുകയാണ് എങ്കിൽ നമുക്ക് ഇത് മനസ്സിലാക്കാവുന്നതാണ്. അവരെ തള്ളിക്കളഞ്ഞതായിട്ടുള്ള സമൂഹത്തിൻ്റെ രക്ഷകരായി അവർ തീരുന്നു. നമ്മുടെ ക്രിസ്തീയ ജീവിതത്തിൽ നമുക്ക് പരാജയം സംഭവിച്ചിട്ടുണ്ടോ എന്ന് നമ്മെ തന്നെ ഒന്ന് ശോധന ചെയ്യാം. എൻ്റെ ജീവിതത്തിൽ പരാജയം സംഭവിച്ചിട്ടുണ്ട്. കഴിഞ്ഞ വർഷം ഏതാണ്ട് ഇതേ സമയം പല പ്രാവശ്യം ഹോസ്പിറ്റലിൽ പോവുകയും വരികയും ചെയ്തപ്പോൾ ഞാൻ ചിന്തിച്ചിട്ടുണ്ട്, കർത്താവ് എൻ്റെ പ്രാർത്ഥന കേൾക്കുന്നുണ്ടോ? ഇത് എൻ്റെ ജീവിതത്തിൻ്റെ അവസാനമാണോ? വളരെ ഭയന്നു പോയിട്ടുണ്ട്, വളരെ ഭാരപ്പെട്ടു പോയിട്ടുണ്ട്. പ്രിയമുള്ളവരെ, നമ്മളുടെ കുടുംബജീവിതത്തിൽ, നമ്മളുടെ മക്കളുടെ കാര്യത്തിൽ, നമ്മളുടെ ജോലിയിൽ, നമ്മളുടെ സ്വന്തം അല്ലെങ്കിൽ നമ്മളുടെ പ്രിയപ്പെട്ടവരുടെ രോഗാവസ്ഥയിൽ നമ്മളുടെ പ്രാർത്ഥന ദൈവം കേൾക്കുന്നില്ല എന്ന് എപ്പോഴെങ്കിലും തോന്നിയിട്ടുണ്ടോ? പ്രിയമുള്ളവരെ, ശിഷ്യന്മാർക്ക് അവരുടെ ജീവിതത്തിൽ സംഭവിച്ച പരാജയങ്ങൾ അതിൽ തന്നെ ഒരു അവസാനം ആയിരുന്നില്ല. എന്നാൽ കൂടുതൽ ശക്തിപ്പെടുന്നതിന്, ബലപ്പെടുന്നതിനുള്ള ചവിട്ടുപടികൾ മാത്രമായിരുന്നു അത്. നാം തിരുമേശയിലേക്ക് ചേർന്ന് വരുന്നതിനായിട്ട് ഒരുങ്ങുമ്പോൾ നമ്മുടെ ജീവിതത്തെ നമുക്ക് ഒന്ന് ശോധന ചെയ്യാം. ദൈവം മുൻപാകെ നമ്മെ തന്നെ ഒന്ന് പുനർസമർപ്പിക്കാം. പരാജയം സംഭവിച്ചവരെ പോലും തള്ളിക്കളയുന്നവനല്ല നമ്മുടെ ദൈവം. ഇന്ന് ശ്ലീഹായായി നാം കേട്ടത് 2 തീമോഥെയോസ് 2:13 ഇപ്രകാരം പറയുന്നു: നാം അവിശ്വസ്തരായി തീർന്നാലും അവൻ വിശ്വസ്തനായി പാർക്കുന്നു. തൻ്റെ സ്വഭാവം ത്യജിക്കുവാൻ അവന് കഴിയുകയില്ലല്ലോ. ഈ വചനം വിശ്വാസയോഗ്യമാകുന്നു. നാം അവിശ്വസ്തരായി തീർന്നാലും അവൻ വിശ്വസ്തനായി പാർക്കുന്നു. ദൈവനാമം മഹിമപ്പെടുമാറാകട്ടെ. ഹല്ലേലൂയ. നമ്മുടെ വിശ്വാസ ശോധനയിൽ അവിശ്വാസിയാകാതെ ഉറച്ചു നിൽക്കുവാൻ നമുക്ക് ഓരോരുത്തർക്കും ഇടയായി തീരട്ടെ. പ്രാർത്ഥനയിലൂടെ, ഇടവക മിഷൻ പോലെയുള്ള കൂട്ടായ്മയിലൂടെ ബലം പ്രാപിക്കുവാൻ നമുക്ക് ഇടയായി തീരട്ടെ. തന്നോടുകൂടെ ഇരിപ്പാൻ, പ്രസംഗിക്കേണ്ടതിന് അയക്കുവാൻ, ഭൂതങ്ങളെ പുറത്താക്കേണ്ടതിന് അധികാരമുണ്ടാകുവാൻ അവൻ ശിഷ്യന്മാരെ തിരഞ്ഞെടുത്തു. ശിഷ്യന്മാർക്ക് ക്രിസ്ത്യാനികൾ എന്ന പേരുണ്ടായി. ഇന്ന് ക്രിസ്ത്യാനികൾ എന്ന് അഭിമാനിക്കുന്ന നാം ഓരോരുത്തരും, ഓരോ മർത്തോമാക്കാരനും ദൈവരാജ്യ സുവിശേഷ സാക്ഷികൾ എന്ന സഭ ഈ വർഷത്തേക്ക് നമുക്ക് നൽകിയിരിക്കുന്നതായിട്ടുള്ള ദൗത്യം നിറവേറ്റുവാൻ നമുക്ക് ഓരോരുത്തർക്കും ഇടയായി തീരട്ടെ. എനിക്ക് ഈ അവസരം നൽകി തന്ന ഇടവക മിഷൻ ഭാരവാഹികളോടും ബഹുമാനപ്പെട്ട അച്ഛന്മാരോടുമുള്ള നന്ദിയും സ്നേഹവും അറിയിച്ചുകൊണ്ട് എൻ്റെ വാക്കുകളെ ചുരുക്കുന്നു. ദൈവമായ കർത്താവ് നമ്മെ ഓരോരുത്തരെയും സഹായിക്കുമാറാകട്ടെ. മിസ്റ്റർ സാമുവൽ ഫിലിപ്പ് പ്രാർത്ഥിക്കുന്ന